ഹലോ, ഗുഡ് മോർണിംഗ് ഗേസ്. ഇതാ ഇന്നലെ ഉണ്ടായ ശക്തമായിട്ടുള്ള മഴയിൽ തോടിലെ വെള്ളം വന്നിട്ട് ഒഴുകാൻ തുടങ്ങിയിരിക്കുകയാണ്. തോടിലെല്ലാം നല്ല വെള്ളം ഒഴുകാൻ തുടങ്ങി. കാണുന്നുണ്ടോ ഗേസ്? തോട്ട് കൂടിയൊക്കെ നല്ല വെള്ളം ഒഴുകാൻ തുടങ്ങി. വറ്റി വരണ്ട തോടായിരുന്നു രണ്ട് മൂന്ന് മാസം. ഇന്നലെ നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഇനി ഈ വെള്ളം പറ്റില്ല. ഇനി ഇതൊരു ഫെബ്രുവരി വരെ ഉണ്ടാവും. മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം വെള്ളം ഉണ്ടാവില്ല ഇതിൽ. പിന്നെ ഒരു ന്യൂസ് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അത്ര നല്ല സുഖമുള്ള ന്യൂസല്ല. ഇന്നലെ ശക്തമായിട്ടുള്ള കാറ്റും മഴയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്ക് എൻ്റെ കപ്പ കൃഷിയെല്ലാം മൊത്തം ഇതാ കണ്ടില്ലേ, എല്ലാം ഒടിഞ്ഞു വീണിരിക്കുകയാണ്. കപ്പ കൃഷിയൊക്കെ ഒടിഞ്ഞു വീണിരിക്കുകയാണ്. കർഷകർക്ക് കൃഷി ചെയ്യുമ്പം ഇങ്ങനെയുള്ള പരാജയങ്ങളൊക്കെ സംഭവിക്കും. പ്രകൃതി ഇങ്ങനെയുള്ള ഓരോ പരീക്ഷണങ്ങളൊക്കെ തരും. അതിനൊക്കെ അതിജീവിച്ച് വേണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കൂട്ടി ഒരു വടിയാൻ മറ്റും കൂട്ടി കെട്ടി നോക്കണം നിർത്താൻ. അതിൻ്റെ വേര് പൊട്ടും. കാരണം അതിനെ അനക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് തോന്നുന്നത്. അറിയില്ല, നോക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് പറമ്പിൽ നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. രാത്രി നല്ല കാറ്റും മഴയായിരുന്നു. ഒരുപാട് കപ്പകൾ ഇതേപോലെ കാറ്റിന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ലേശം ഹൈറ്റ് കൂടിയ കപ്പകൾക്കാണ് അതേപോലെ പറ്റിയിരിക്കുന്നത്. അല്ലാത്തതിന് വലിയ കുഴപ്പമില്ല. ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒടിയാൻ തുടങ്ങിയായിരുന്നു. വേനൽക്കാലം വെള്ളമടിച്ച് നട്ട് വലുതാക്കിയതായിരുന്നു. കപ്പ നല്ല ഉഷാറുണ്ടായിരുന്നു. ഇന്നത്തെ കാറ്റ് നമ്മളെ പറ്റിച്ചു. രാവിലെ മോർണിംഗിൽ പറമ്പിലിറങ്ങുമ്പോഴാണ് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. ഇങ്ങനെ ഓരോ വർഷം എന്തെങ്കിലും കൃഷിക്ക് ഇങ്ങനെയുള്ള ഓരോ അടികൾ കിട്ടും. താഴെ കുറേ വാഴകളൊക്കെ ഉണ്ട്, ഒടിഞ്ഞ് വീണിട്ട് കുറേ കൊലകളൊക്കെ നഷ്ടം വന്നിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഓക്കെ ഗൈസ്, കൃഷിയും വീടും 8-ാം ഭാഗത്തിൽ ഇന്നിതാണ് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് കാണിച്ചു തരാനുള്ളത്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ കൂട്ടുകാരെ.